അച്ഛനെ തിരികെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി റാണിയുടെ സഹായം ഇവർക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി റാണിയുടെ കൊട്ടാരത്തിലേക്ക് ഇവർ മൂന്നുപേരും പോവുകയായിരുന്നു. പക്ഷെ റാണിയെ മറ്റവളെ പടമാക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് കണ്ട് ഇവർ ഞെട്ടിയിരിക്കുകയാണ്. വാ കെട്ടിയിരിക്കുകയാണെങ്കിലും ചെറുതായിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വായിന്ന് ആ സംഭവം എടുത്ത് കളയാൻ വേണ്ടി ഇവൻ റാണിയോട് തുപ്പാൻ പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. താഴെ വീണ ഒടിഞ്ഞു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പതുക്കെയാണ് പൊക്കിയെടുത്തോണ്ട് പോയത്. റാണിയെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ മാന്ത്രിക ദണ്ടെടുത്തപ്പോ പിള്ളേർ രണ്ടും വീണ്ടും പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓടി ഒളിച്ചു. അങ്ങനെ അവൻ വീണ്ടും പണി തുടങ്ങി. പക്ഷെ ഇത്തവണ വ്യത്യസ്തമായിട്ട് എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു. റാണിക്ക് ശബ്ദം കിട്ടിയപ്പോ ആദ്യം പറഞ്ഞത് പെട്ടെന്ന് പോയി നിന്റെ അച്ഛനെ രക്ഷിക്കാനായിരുന്നു. പക്ഷെ അവർ ആദ്യം പോയത് അങ്ങോട്ടല്ല, അച്ഛന്റെ എതിരാളിക്കിട്ട് ഒരു പണി കൊടുക്കാനാണ്. ലവൻ ഫുള്ള് കഴിവെടുത്ത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ ആ മാന്ത്രിക ദണ്ട് വീശി. പെട്ടെന്ന് തന്നെ അവന്റെ വായിൽ നിന്ന് ഒരു തവള വെളിയിലേക്ക് ചാടി. അതൊന്നിൽ അവസാനിച്ചില്ല, വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. ആ ട്രൂപ്പ് മൊത്തത്തിൽ തവളകളുടെ ഒരു കോട്ടയായിട്ട് മാറി. ഇതിന്റെ ഇടയ്ക്ക് മാന്ത്രിക ദണ്ട് ഇവരുടെ കൈവശമുണ്ടെന്നറിഞ്ഞ് വില്ലത്തിയുടെ ബോഡി ഗാർഡ് അവിടെ എത്തി. അവൾ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ എലിയെ പുറത്തേക്കെടുത്തു. ഇത് മറ്റേ കുതിര വണ്ടിയിലെ കുതിര എലിയായിട്ട് മാറിയതായിരുന്നു.